എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് വെച്ചിട്ടുള്ള ഡിഷാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഡിഷാണ്. കൂൺ എന്ന് പറയുമ്പോൾ മഷ്റൂം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കൂൺ ഫാം ഉണ്ട്. അതിൽ നിന്ന് കിട്ടിയ മഷ്റൂമാണ്. ഇപ്പോൾ കൂണിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൂണ് അവൈലബിൾ ആണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, കഴുകി എടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വെള്ളത്തിൽ എന്ത് ചെയ്യുക, കഴുകി എടുക്കുക. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഈ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ച് കട്ടിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കൂണിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മിക്സ് നമ്മൾ എന്ത് ചെയ്യുക, കൂണിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ സാധാ മീനൊക്കെ ഫ്രൈ ചെയ്യും പോലെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കൂൺ എന്ന് പറയുന്നത് വളരെ ആരോഗ്യപ്രദമായൊരു കാര്യമാണ്. നന്നായി കഴിക്കാൻ പറ്റുക, നന്നായി ചിക്കനെ പോലെ തന്നെ നമുക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ് കൂൺ എന്ന് പറയുന്നത്. വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടമുള്ള ഒന്നായിരിക്കും. നോൺ വെജിറ്റേറിയൻസിനും ഈ ഒരു ഫ്രൈ ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കെമിക്കൽ ഉണ്ടോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. നല്ല ഒരു ശുദ്ധമായൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുക, അല്ലെങ്കിൽ പുറത്ത് കുറച്ച് സമയം വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്, അതാണ് ലൈറ്റിൻ്റെ കുറവ് കാണുന്നത്. കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണയോ വേറെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെങ്കിലും സാരമില്ല. കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ച കൂൺ അതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഈ സമയത്ത് നല്ലോണം നന്നായി മൊരിഞ്ഞ് വരുമ്പോഴാണ് എടുക്കേണ്ടത്. ദോശേൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ദോശേൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.